ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തൃണമൂൽ പ്രവേശനത്തിലൂടെ ബംഗ്ലാദേശ് തീവ്രവാദികൾക്ക് സുരക്ഷ ഒരുക്കുകയെന്ന ദൌത്യമാണ് PV അൻവർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നാഷണൽ പീപ്പിൾസ് പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിൽ ഓരോ ദിവസവും മയക്കുമരുന്ന് കച്ചവടം പിടികൂടുന്നതും മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ളവരുടെ എണ്ണം കൂടുന്നതും മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള യുവാക്കൾ ഏർപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നതും എല്ലാം തെളിയിക്കുന്നത് ഇതാണ്. ഞാൻ ഈ അതിഥി തൊഴിലാളികളെ ആക്ഷേപിച്ച് പറയുകയല്ല. അവർ നമ്മുടെ നാടിന് ആവശ്യമുള്ളവരാണ്, തൊഴിൽ അന്വേഷകരായിട്ട് ഇവിടെ വന്നവരാണ്. അവരിലൊരു നല്ല പങ്ക് ബംഗാളിൽ നിന്നുള്ളവരാണ്. എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറി വന്നിട്ടുള്ള ഒരുപിടി ആൾക്കാർ അവരും ബംഗാളി ഭാഷ സംസാരിക്കുന്നവരാണ്. ഇവരുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പൊതുവിൽ അറിയപ്പെടുന്നത് ബംഗാളികളാണെങ്കിലും അവരുടെ ബംഗ്ലാദേശ് ഐഡന്റിറ്റി ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഈ മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ പിന്നിലും അതേപോലെ തന്നെ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ പിന്നിലും ഇവർ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു സംരക്ഷക റോളാണ് അൻവർ ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. PV അൻവറിന്റെ തൃണമൂൽ പ്രവേശം ബംഗാളികളുടെ മറവിൽ ബംഗ്ലാദേശികളെ സംരക്ഷിക്കാനാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് നാഷണൽ പീപ്പിൾസ് പാർട്ടി നേതാക്കൾ പറഞ്ഞു. കേരള പോലീസിന് നേരെ അദ്ദേഹം നിരന്തരം നടത്തുന്ന അധിക്ഷേപങ്ങൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിർവീര്യമാക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ്. മുന്നണി ഭേദമന്യേ ഇടത് വലത് മുന്നണി നേതാക്കന്മാർ അൻവറിന് പിന്തുണ നൽകുന്നതിലൂടെ ഈ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് പിന്തുണ നൽകുകയാണ് ചെയ്യുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കേരള പോലീസും NIAയും ചേർന്ന് ദേശവിരുദ്ധ തീവ്രവാദ കള്ളക്കടത്ത് കൂട്ടുകെട്ട് തടഞ്ഞില്ലെങ്കിൽ കേരളം വലിയ ആപത്തിനെയാണ് അഭിമുഖീകരിക്കേണ്ടി വരികയെന്നും നേതാക്കളായ തോമസ് KT, സിജു ഗോവിന്ദ്, ശരത് മോഹൻ, TG ബാലൻ എന്നിവർ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷം ജനുവരി 18-ന്